എല്ലാവർക്കും ലേണിനോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ എക്സാം അനാലിസിസും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും റിവ്യൂ ഫീഡ്ബാക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പേര് നന്നായി എഴുതിയവരുണ്ട്, ഒരു മോഡറേറ്റ് ആയിട്ട് എഴുതിയവരുണ്ട്, ടഫ് ആണെന്ന് പറഞ്ഞവരുമുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾ എങ്ങനെയാണോ എഫേർട്ട് എടുത്ത് പഠിച്ചത് അത്രയും തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ കോഴ്സിന് വേണ്ടി നമ്മുടെ ടീമും വർക്ക് ചെയ്തിട്ടുള്ളത്. അത് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം. അതിന്റെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടട്ടെ എന്ന് ആശംസിക്കുന്നവർക്കൊക്കെ ജോബും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് വരുന്ന എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടറിൽ ഇലക്ട്രോണിക് മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേണിനോയുടെ കോച്ചിങ്ങിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് കുട്ടികൾ പറയുന്നത് നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് പറഞ്ഞു കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ഏപ്രിൽ 15 മുതൽ തുടങ്ങുകയാണ്. ഇപ്പൊ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നമ്മൾ ഡെയിലി ക്ലാസ്, അതായത് റെക്കോർഡഡ് സെഷൻസ് ആണെങ്കിലും ഡെയിലി നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റുകളും നോട്ട്സും ലെക്ചേഴ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പുതിയ ബാച്ച് ഏപ്രിൽ 15-ന് തുടങ്ങുകയാണ്. മാത്രമല്ല നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫറും കൂടെ കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 13-നും ഏപ്രിൽ 14-നും പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് 3500 എന്നുള്ള ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഈ 2 ദിവസം മാത്രമേ വാലിഡ് ആയിരിക്കുകയുള്ളൂ. അപ്പൊ ഈ 2 ദിവസം ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. ഏപ്രിൽ 15 മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ വിഷു ഇന്നും നാളെയൊക്കെ വിഷു ഒക്കെ ആഘോഷിച്ച് 15 മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്ത് പഠിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് വൈഡ് ആയിട്ട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം, കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് MCQs, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കിട്ടാവുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സിലബസ് ഒക്കെ വന്നിട്ട് അവസാനം പഠിക്കാം എന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. വൈഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പം എത്ര നേരത്തെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ പഠിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. സിലബസ് വന്നിട്ട് എന്തായാലും സെപ്റ്റംബർ സ്ലോട്ടിലാണ് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമയം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. സോ ഏപ്രിൽ 15 മുതൽ ലേണിനോയോടൊപ്പം പഠിക്കാൻ തയ്യാറാവുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇലക്ട്രോണിക് മെക്കാനിക്കിനാണ് നമ്മൾ ഡെയിലി ക്ലാസ് തുടങ്ങുന്നത്. ബാക്കി നമ്മൾ കോംബോ കോഴ്സ് ആയിട്ട് ഇലക്ട്രോണിക് മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാം കോംബോ കോഴ്സ് ആയിട്ടും വേറെ ഉണ്ട്. സെപ്പറേറ്റ് കോഴ്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൊക്കെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിനാണ് നമ്മൾ ഏപ്രിൽ 15 മുതൽക്കുള്ള നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ഉള്ളത്. സോ അതിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ വിഷു ആശംസകൾ. നല്ലൊരു വിഷുകാലമാവട്ടെ. അതിനുശേഷം വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.